ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ശ്രീസ്നാവിൽ തൊട്ടു മനസ്സിൽ തൊട്ടു. കുഞ്ഞാറ്റ വീണ്ടും കരയുകയാണ്. ശരിക്കും ആ കുട്ടിയുടെ ജീവിതം അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ആ കുട്ടി ജീവിതം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹ ജീവിതത്തിലേക്ക്, അപക്വമായിട്ടുള്ളൊരു പ്രായത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് വന്നു. രണ്ട് വീട്ടുകാരുടെയും ശരിക്കുള്ള സമ്മതമൊന്നും ഇല്ലാതെ തന്നെ ഇവരുടെയും ഇവരുടെ ഹസ്ബൻഡിൻ്റെയും ആ ഒരു പ്രായത്തിൻ്റെ എടുത്തുചാട്ടത്തിലാണ് ആ വിവാഹം നടക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇവരുടെ ജീവിതത്തിൽ തുടർന്നുണ്ടാവുന്ന ഫോൾട്ടുകൾക്കൊന്നും തങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പറയാതെ പറയുന്ന രണ്ട് വീട്ടുകാർ. കുഞ്ഞാറ്റയുടെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു 80% വരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ആ കുട്ടിയുടെ അമ്മയുടെ അനാരോഗ്യം കാരണം അത് തീർത്തും അപ്രായോഗികമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയായാലും കുഞ്ഞാറ്റ ജീവിതത്തിൽ വിജയിക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ജീവിതം തുടങ്ങിയപ്പോൾ മുതൽ ആ കുട്ടി വളരെ സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ആദ്യം യൂട്യൂബ് വരുമാനത്തിലൂടെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചു. ഒരു കുഞ്ഞായപ്പോൾ അതിലും തങ്ങളുടെ കൈകളിൽ അത് നിൽക്കില്ല എന്ന് കണ്ടപ്പോൾ നഴ്സിംഗ് പഠനം സ്റ്റാർട്ട് ചെയ്തു. നിർഭാഗ്യവശാൽ നഴ്സിംഗ് പഠനം ഏകദേശം സ്റ്റോപ്പ് ചെയ്ത മട്ടാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷനൊന്നും ഇതിൽ പറയുന്നത് കാണുന്നില്ല. അതിൻ്റെ ഇടയിൽ 1-2 ടെസ്റ്റുകളൊക്കെ എഴുതാൻ പോകുന്നുണ്ട്. അപ്പോൾ വളരെ സാഹസികമായിട്ട് തന്നെ ജീവിതം പിടിച്ചടക്കണം, എങ്ങനെയെങ്കിലും എനിക്ക് സക്സസ്ഫുള്ളായി ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നൊരു വാശിയും വീറും ഒക്കെ ഉള്ളിൽ വെച്ച് ഒരു എന്താ പറയുക, ഒരു ജ്വലിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി പോലെയാണ്. എങ്ങനെയാണ് തങ്ങൾക്ക് എനിക്ക് എൻ്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ പറ്റുക? അതിനിപ്പോൾ ഭർത്താവിൻ്റെ പിന്തുണയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹായം ഒന്നും അവർ അഭ്യർത്ഥിക്കുന്നില്ല. അതിനേക്കാൾ ഉപരി അവർക്ക് തന്നെ എന്താ ജീവിതത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ട് അവർ പഠിച്ച ബ്യൂട്ടീഷ്യൻ കോഴ്സ്, വധുവിനെ അണിയിച്ചൊരുക്കുക, അത് നല്ല ഒരു ബ്രൈഡൽ മേക്കപ്പ്. അപ്പോൾ അത് ഒരുപാട് ഓർഡറുകളൊക്കെ അവർക്ക് വന്ന സമയത്താണ് അവരിപ്പോൾ വീണ്ടും പ്രഗ്നൻ്റ് ആവണത്, രണ്ടാമത്തെ കുഞ്ഞിനെ. അപ്പോൾ അത് ഒരു അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഇതുവരെ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സ്റ്റോപ്പ് ഇടേണ്ട ഒരു സമയം വരികയാണ്. ദൂരയാത്ര പറ്റില്ല, ബ്രൈഡൽ മേക്കപ്പിന് പോകാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്തത് എന്ത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സങ്കടങ്ങളൊക്കെ യൂട്യൂബ് ചാനലിലൂടെ അവർ പങ്കുവയ്ക്കാറുണ്ട്. യൂട്യൂബ് കൊണ്ട് മാത്രം അവരുടെ ജീവിതം അവർക്ക് ഓക്കെ ആക്കാൻ പറ്റില്ല. ഒരുപാട് ചിലവുകൾ, ഇപ്പോൾ ഭാര്യ, ഭർത്താവ്, ഒരു കുഞ്ഞ്, രണ്ടാമതൊരു പ്രഗ്നൻസി, അതിൻ്റെ ആശുപത്രി ചിലവ്, മെഡിസിൻ, അതുകൂടാതെ ദൈനംദിനമായിട്ടുള്ള ചിലവുകൾ, പിന്നെ വീട്ടിൽ ചെന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ, അപ്പോൾ വാടക കൊടുക്കേണ്ട ഒരവസ്ഥ. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു കഷ്ടം എന്ന് പറയുന്നത്. അതായത് സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലോ ചെന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവർ വാടക കൊടുത്തിട്ടുള്ള ഒരു റെൻറ്റഡ് ഹൗസിലാണ്. അപ്പോൾ ആ വാടക കൂടി അവർക്ക് അഫോർഡബിൾ ആവുന്ന വാടക വീട്ടിലേക്ക് അവർ മാറിയിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ വല്ലാത്തൊരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ സമയം കടന്നു പോകുമെന്നൊക്കെ മനസ്സിനെ ആശ്വസിപ്പിക്കാമെങ്കിലും തങ്ങളെ തുടങ്ങി വെച്ച, അതായത് ഈ കുട്ടി തുടങ്ങി വെച്ച കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മാനസിക വിഷമം ആ കുട്ടിക്ക് നന്നായിട്ടുണ്ട് എന്നുള്ളതാണ്. പെട്ടെന്ന് തന്നെ ആ കുട്ടി പിടിച്ചു കെട്ടിയ പോലെ ഉള്ള നിലയിലായി. കാരണം രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ ആ മോർണിംഗ് സിക്നസ്സും വോമിറ്റിങ്ങും ശാരീരിക അസ്വസ്ഥതകളും, ചെറിയൊരു കൈക്കുഞ്ഞ്, അതിനെയും കൊണ്ട് അതിൻ്റെ വാശിക്കൊപ്പം നടക്കണം, അതിന് ഭക്ഷണം കഴിക്കണം, അതിന് ഭക്ഷണം ഉണ്ടാക്കണം, ഇതൊന്നും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇതിനൊക്കെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ആണെങ്കിൽ കൂടി അയാൾ ചെറിയ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ കൂടി മതിയായിട്ടുള്ള ഒരു വരുമാനം അവർക്ക് ഇല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഭാര്യയും കുഞ്ഞിനെയും അന്തസ്സായിട്ട് പോറ്റാനുള്ള അത്രമാത്രം ഒരു വരുമാനം കിട്ടുന്നില്ല. പക്ഷേ അയാൾ ജോലിക്ക് പോകാതിരിക്കുന്നില്ല. എല്ലാവരും കുറ്റപ്പെടുത്തുന്ന പോലെ ജോലിക്ക് പോകാത്ത ഭർത്താവ് എന്നുള്ള നിലയിലൊന്നും അയാളെ കണക്കാക്കാൻ പറ്റില്ല. അയാളെ കൊണ്ട് പറ്റാവുന്ന ചെറിയ ജോലി, പിന്നെ അപക്വമായിട്ടുള്ള പ്രായത്തിൽ തിരഞ്ഞെടുത്ത ജീവിതത്തിൽ ഒരു കരിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരഞ്ഞെടുത്താൽ മതിയായിരുന്നു എന്നുള്ള ഒരു ഉപദേശം എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ആ പ്രായത്തിൽ താൻ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ആ റൊമാൻറ്റിക് ആയിട്ടുള്ള ആ ഒരു സമയങ്ങളിൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒന്നാവണം എന്നുള്ള ഒരു ആവേശത്തിൻ്റെ പുറത്ത് വിവാഹം കഴിക്കുകയും അനന്തരമുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവണ അവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങളും അതിനെയൊക്കെ ഓവർകം ചെയ്ത്, അതിനേക്കാൾ ഉപരി രണ്ട് വീട്ടുകാരും സത്യം പറഞ്ഞ പ്രണയ വിവാഹത്തിന് എതിരായിരുന്നു. ഒരു ജീവിതത്തിൽ വന്ന പാളിച്ചകൾ തുടക്കം മുതലേ രണ്ട് വീട്ടുകാരുടെയും സമ്മതമില്ലാതെ എടുത്തുചാട്ടത്തിന് വിധേയമായിട്ട് ഒരു വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നു. തങ്ങൾ ചെയ്തിരുന്ന, അല്ലെങ്കിൽ ഈ കുട്ടി ചെയ്തിരുന്ന, വീട്ടുകാർ പൈസ മുടക്കി ചെയ്യിപ്പിച്ചിരുന്ന ആ നഴ്സിംഗ് പഠനം ആ കുട്ടി പൂർത്തിയാക്കിയില്ല. അത് വിവാഹശേഷവും അത് പൂർത്തിയാക്കാനുള്ള ശ്രദ്ധ കാണിച്ചില്ല. രണ്ടാമതായിട്ട് ഉടനെ നമ്മൾ ക്യാരിയിങ് ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പിന്നെ സ്വന്തം പ്രൈവസി എന്നുള്ള ആ ഒരു സ്വാർത്ഥത കൊണ്ട് കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് പോലും ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നില്ല. അവിടുന്ന് ഭർത്താവ് ആ കുട്ടിയും വേറൊരു
വീട്ടിലേക്ക് മാറുന്നു. അന്ന് അതൊക്കെ വളരെ എൻജോയ്മെൻറ്റും ജോയ്ഫുള്ളൊക്കെ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഇപ്പോൾ രണ്ടാമതും പ്രഗ്നൻ്റ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു അമ്മയുടെ ചേർത്ത് പിടിക്കൽ ആ കുട്ടിക്ക് അനിവാര്യമായിട്ട് എനിക്ക് തോന്നി. തീർത്തും നിസ്സഹായമായിട്ട് ഒരു വീട്ടിൽ, അതൊരു വാടക വീട്ടിൽ ഒരു കൈക്കുഞ്ഞുമായിട്ട് ഇങ്ങനെ വൊമിറ്റിങ്ങും ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സ്വന്തം അമ്മ അത്രയും അനാരോഗ്യമുള്ള കാരണമാണ് സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റാത്തതെന്ന് ആ കുട്ടി പറയുന്നുണ്ടെങ്കിൽ പോലും അമ്മമാർക്കൊക്കെ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് ഒരു 2 മാസം നിന്നതിന് ശേഷം വീണ്ടും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് തിരിയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ ആയിരുന്നു. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ റെൻറ്റഡ് ഹൗസിലായതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം എന്ന് പറയുന്നത് വല്ലാത്തൊരവസ്ഥയിൽ ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ കുട്ടിയാണെങ്കിൽ ഈ കുട്ടിയുടെ ഏറ്റവും കൂടുതലുള്ള എഫർട്ട് ഉപയോഗിച്ച് തന്നെ യൂട്യൂബിലൂടെ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോ ഡിസ്കണ്ടിന്യൂ ആയാലും ആ കുട്ടി ഒരുപാട് സങ്കടം പറയുന്നുണ്ട്. കാരണം അവരുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്, ഒരു പാർട്ട് ടൈം സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ബ്രൈഡൽ മേക്കപ്പിന് ഇപ്പോൾ പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ ആ കുട്ടി വീണ്ടും എന്താ പറയുക, ഓൺലൈൻ ബുട്ടീക്ക് എന്നുള്ള ഒരു ഐഡിയ കൊണ്ടുവന്നേക്കുക. ആ കുട്ടിയുടെ ഒരു ജീവിതത്തോടുള്ള ഒരു മല്ലിടലുണ്ടല്ലോ, ആ പോരാട്ടം, അതിന് ശരിക്കും പറഞ്ഞാൽ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഇരുന്ന് എങ്ങനെയാണ് എനിക്കിനി ഒരു വരുമാനം കണ്ടെത്താൻ പറ്റുക, യൂട്യൂബ് വീഡിയോസ് അല്ലാതെ യൂട്യൂബിലൂടെ തന്നെ ഒരു ഓൺലൈൻ തുണിക്കച്ചവടം അല്ലെങ്കിൽ ബുട്ടീക്ക് എന്നുള്ള ആശയം, അതൊക്കെ വളരെ ഒരു അത്രയും ആർജവത്തോടു കൂടി അത്രയും മാനസികമായിട്ടുള്ള ബലമുള്ള കുട്ടികൾക്കേ പറ്റുള്ളൂ. എല്ലാവരും ഇപ്പോൾ അയ്യോ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, 10 മാസം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞാലേ ഞാൻ ഇനി ഉഷാറാവുള്ളൂ. ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇടുന്നത് കൊണ്ട് ഈ കുട്ടിക്ക് ഒരു രക്ഷയില്ല. കാരണം വാടക കൊടുക്കണം, കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കണം, വീട്ടിലെ ചിലവ്. അപ്പോൾ അതിനൊക്കെ ചെറിയൊരു ഇൻകം മാത്രം വെച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഇനി ഒരു പ്രസവം എന്നുള്ളത് മുമ്പിലെ ഏറ്റവും വലിയൊരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. എത്ര രൂപ ഉണ്ടായാലും മതിയാവാത്തൊരു കാര്യം. ഇതിൻ്റെ ഇടയിൽ 2 വീട്ടുകാരും ഇപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് നേരത്തെ തന്നെ ഭർത്താവിനെ പിടിച്ചു പറിച്ചു കൊണ്ടുവന്നത് കൊണ്ടോ എന്തോ ആ അസ്വാരസ്യം ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് അവർ ഈ കുട്ടിയെ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല. സ്വന്തം വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അപാകത അമ്മയ്ക്ക് തീരെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ആ വീട്ടിൽ നിൽക്കാനും ഈ കുട്ടിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല. പിന്നെ ഭർത്താവിനെയും കൊണ്ട് ആ വീട്ടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ എല്ലാവരും ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇതൊക്കെ അവനവൻ്റെ കുറ്റമല്ലേ, പ്ലാനിങ് ഇല്ലാത്ത ഒരു ഗർഭാവസ്ഥ, ആദ്യത്തെ കുഞ്ഞ് നേരത്തെ, പിന്നെ സ്വന്തം കരിയർ ഡെവലപ്പ് ചെയ്യാതെ ഒരു അപക്വമായ പ്രായത്തിലുള്ള വിവാഹം, ഇതിനേക്കാൾ എല്ലാം ഉപരി സ്വന്തം ജീവിതം ഏറ്റവും കൂടുതലൊന്ന് നമ്മൾ ബ്രൈഡൽ മേക്കപ്പും നഴ്സിംഗ് പഠനവും ഒക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരവസ്ഥ. സ്വാഭാവികമായിട്ടും മനസ്സും തളർന്നു പോവും, ശരീരവും തളർന്നു പോവും. പ്രഗ്നൻസിയുടെ മോർണിംഗ് സിക്നസ് അടക്കമുള്ള അസ്വസ്ഥതകൾ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തരണം ചെയ്യുന്ന ആ ഒരു പ്രതിസന്ധികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ യാഥാർത്ഥ്യ ബോധവും ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തീക്കനലിനെ ജ്വലിപ്പിച്ചെടുക്കുന്ന കുഞ്ഞാറ്റ തന്നെയാണ് ഏറ്റവും മിടുക്കിയായിട്ട് നമ്മുടെ മുമ്പിലുള്ളൊരു മോഡൽ എന്ന് പറയും. ഒരുപാട് സെൻസിറ്റീവാണ്. കരഞ്ഞും ചിരിച്ചും എന്താ പറയുക, രാത്രി മഴ പോലെ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ വിഷമങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അതിനെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് പറയണത്, ഇതൊക്കെ ഞങ്ങളുടെ തെറ്റാണോ, നിങ്ങളുടെ പ്ലാനിങ്ങിൻ്റെ കുഴപ്പമല്ലേ, രണ്ടാമത്തെ ബേബി ഉണ്ടായതും ഒരു പ്ലാനിങ്ങിൻ്റെ കുഴപ്പമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമല്ല. ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും നേർക്കാഴ്ച ശരിക്കും പറഞ്ഞ സങ്കടകരം. സ്വന്തം വീട്ടിലേക്കും എങ്ങനെയെങ്കിലും ഒന്ന് പോയി നിൽക്കാനുള്ള ഒരു അവസ്ഥയില്ല. ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിൽ തീരെ അവഗണിച്ച പോലെ. അപ്പോൾ ഇത് 2 തീരെ പൊടി കുഞ്ഞുങ്ങളാവാനായിട്ട് പോണു. ഒരു കുഞ്ഞിനെയും കൂടി ആ പ്രസവം അതിൻ്റെ സമയത്തൊക്കെ അവർക്ക് നേരിടാൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സ് ദുർബലമാവുകയാണ്, ശരീരം ദുർബലമാവുന്നതിനോടൊപ്പം ഇനി എങ്ങനെ ഞാനിതൊക്കെ ഓവർകം ചെയ്യും എന്നുള്ളൊരു സങ്കടം, അവരുടെ മാനസിക പിരിമുറുക്കം, ഇതിനെപ്പറ്റി ഒന്നും വലുതായിട്ട് കൂസാത്ത ഒരു ഹസ്ബൻഡ്, അയാൾ കൂടുതൽ സെൻസിറ്റീവ്, നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു വൈൽഡ്നെസ് അയാൾ കൂടെ കൊണ്ട് നടക്കുന്നിടത്തോളം അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലെ ഒരു കാടത്വം ഉള്ളിടത്തോളം ഇവർ വളരെ ടൂ സെൻസിറ്റീവും അയാൾ വളരെ ഹാർഡ്, ഒട്ടും സെൻസിറ്റിവിറ്റി ഇല്ലാത്ത ഒരാളും ആവുമ്പോൾ തികച്ചും അവരുടെ ജീവിതത്തിലെ ഈ വൈപരീത്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഇപ്പം ഉണ്ടായിട്ടുള്ള ഈ അവസ്ഥകൾ, ഇതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ഈ കുട്ടിക്കാണ് കൂടുതൽ സ്ട്രഗിൾ എടുക്കേണ്ടി വരിക. ഭാര്യയുടെ ഭാഗത്തു നിന്നാണ് കൂടുതൽ സ്ട്രഗിളും സങ്കടവും വികാരവും ഒക്കെ അണപൊട്ടി ഒഴുകുന്നത്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അങ്ങനെ പോയിക്കോളും എന്നുള്ള മറ്റുള്ളൊരു യാന്ത്രികതയാണ്. അപ്പോൾ കുഞ്ഞാറ്റ മിടുക്കിയാണ്. ഈ കാര്യങ്ങളും ഈ സമയമൊക്കെ കടന്നുപോയി ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരവസ്ഥ 2 വീട്ടുകാരും കൂടി ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപേക്ഷ.
ഒരു മകള് അവസ്ഥയിൽ ഒരു വാടക വീടിൻ്റെ അനാഥത്വത്തിലേക്ക് തള്ളിവിടപ്പെടുമ്പോൾ നിനക്ക് ഞാനുണ്ട് എന്ന് പറയാൻ രണ്ട് അമ്മമാരോ അല്ലെങ്കിൽ രണ്ട് വീട്ടുകാരോ തയ്യാറാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.